ടീം മാർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന് നടന്ന ക്ലാസ് 12 കെമിസ്ട്രി മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യാം. സോ ബേസിക്കലി നമ്മൾ ഈ പറയപ്പെടുന്ന കെമിസ്ട്രിയുടെ മൂന്ന് ചാപ്റ്റേഴ്സ്, അതായത് ഇലക്ട്രോ കെമിസ്ട്രി, ദെൻ സൊല്യൂഷൻസ്, ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട്, ഈ മൂന്ന് ചാപ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽ ഉള്ള മാരത്തോൺ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്, സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ മാരത്തോൺ വീഡിയോസും വരുന്നതാവും. സോ നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് കിടക്കാം. നമ്മുടെ ചോദ്യ പേപ്പറിനെ നമ്മൾ പ്രിലിമിനറി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. വലിയ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. കൂടുതൽ മോർ ഓവർ അത്യാവശ്യം നന്നായി പഠിച്ചവർക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ചോദ്യ പേപ്പറിലേക്ക് പോകുമ്പോൾ ചോദ്യ പേപ്പറിൽ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അല്ലൈലിക് ഹാലൈഡ്. അപ്പൊ എന്താണ് അല്ലൈലിക് ഹാലൈഡ് എന്ന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹാലോജൻ ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ഹാലോജൻ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹാലോജൻ ഉണ്ടെങ്കിൽ ഈ ഹാലോജൻ എന്ന് പറയുന്നത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതായത് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, അതായത് സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഒരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് ഈ കാർബണിന് നിയർ ബൈ ആയിട്ട് ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ഉണ്ടാവണം. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ നിയർ ടു ആൻ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. അതായത് ഏത് കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന് നെക്സ്റ്റ് കാർബൺ എന്ന് പറയുന്നത് sp2 ആയിരിക്കണം. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണും ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണും അങ്ങനെയാണ് എങ്കിൽ, അല്ലെങ്കിൽ നത്തിങ് ബട്ട് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിനോട് ചേർന്നുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലൈലിക് കാർബൺ. ദിസ് ഈസ് കോൾഡ് അല്ലൈലിക് കാർബൺ. ഈ അല്ലൈലിക് കാർബണിലേക്ക് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലൈലിക് ഹാലൈഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കി ഓരോ സ്ട്രക്ചറായിട്ട് ക്ലോറിൻ അറ്റാച്ച്ഡ് ടു ദിസ് പർട്ടിക്കുലർ കാർബൺ, ഇതെന്ന് പറയുന്ന ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ആണ്. ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന ക്ലോറിൻ എടുത്താൽ, നമ്മൾ ഇവിടുന്ന് ക്ലോറിൻ എടുക്കുന്നു. ഈ ക്ലോറിൻ എടുത്തു കഴിയുമ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കാണ്. കറക്റ്റ്, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. അത് പക്ഷേ ഒരു ഡീലോക്കലൈസ്ഡ് സിസ്റ്റമാണ്. ഇതൊരു ഡീലോക്കലൈസ്ഡ് സിസ്റ്റമാണ്. സോ നമുക്ക് ഇതൊരു അല്ലൈലിക് കാർബൺ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ മൂന്നാമത്തെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഹാലോജൻ ഈസ് അറ്റാച്ച്ഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അല്ല. സോ ഇതുമല്ല ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് പോയാൽ ദ ക്ലോറിൻ ഈസ് അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ഡബിൾ ബോണ്ടഡ് സിസ്റ്റം. അത് നിയർ ബൈ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് സിസ്റ്റം ഇങ്ങനെ വേണം, ഒരു ഡബിൾ ബോണ്ടഡ് സിസ്റ്റം ഉണ്ടാവണം. അതിനുശേഷം ഒരു കാർബൺ, ആ കാർബണിലേക്ക് ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി 6 ആയിട്ടുള്ള ലിഗാൻഡ് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് EDTA, എഥിലിൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ് അയോൺ. EDTA is an example. Which of the following is an example of a secondary cell? എന്താണ് സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞത്? നമ്മൾ ബാറ്ററിയെ കൺസിഡർ ചെയ്യുമ്പോൾ റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. റീചാർജ് ചെയ്യാൻ പറ്റുന്നവരാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. If the rate constant of the reaction is 5 × 10⁵ second inverse, എന്താണ് റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്? സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് ഇൻവേഴ്സ്. ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ എത്രയാ? സെക്കൻഡ് ഇൻവേഴ്സ്. അതായത് ഇവിടുത്തെ മോൾ റേസ് ടു എന്ന് പറയുന്നത് 0യും ലിറ്റർ റേസ് ടു എന്ന് പറയുന്നത് 0 ആണെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? 1 - n = 0 എന്ന് കൊടുക്കാം. therefore n is equal to 1. അപ്പം ഈ പർട്ടിക്കുലർ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 1 ആണെന്ന് കിട്ടി. ക്ലിയർ? അടുത്ത ചോദ്യം, അനലൈസ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. സുക്രോസ് ഇസ് എ റെഡ്യൂസിങ് ഷുഗർ. നമ്മൾ ബേസിക്കലി നോക്കുമ്പോൾ നമ്മൾ സുക്രോസ് എടുത്തു കഴിയുമ്പോൾ സുക്രോസിനകത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോണിക് ഗ്രൂപ്പും ഫ്രീ അല്ല. സോ ആൽഡിഹൈഡ് ഗ്രൂപ്പും കീറ്റോണിക് ഗ്രൂപ്പും ഫ്രീ അല്ല. സോ അതുകൊണ്ട് ഇതിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഒബിയസ്ലി സുക്രോസ് എന്ന് പറയുന്നത് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. കറക്റ്റ്. കാരണം സുക്രോസ് ഫോം ചെയ്തിരിക്കുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്നാണ്. അപ്പൊ ഈ ഗ്ലൂക്കോസിലെ റെഡ്യൂസിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ്, ഫ്രക്ടോസിലെ റെഡ്യൂസിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കീറ്റോണ്. അപ്പൊ ഗ്ലൂക്കോസിലെ റെഡ്യൂസിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഡിഹൈഡും
ഫ്രക്ടോസിലെ റെഡ്യൂസിംഗ് ഗ്രൂപ്പായുള്ള കീറ്റോണോടെ കമ്പൈൻ ചെയ്ത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് സുക്രോസ് ഫോം ചെയ്യുന്നത്. ശരിയാണ്. ആ ഗ്ലൂക്കോസിലെ റെഡ്യൂസിംഗ് ഗ്രൂപ്പും ഫ്രക്ടോസിലെ റെഡ്യൂസിംഗ് ഗ്രൂപ്പും കമ്പൈൻ ചെയ്യുന്നത് കൊണ്ടാണ് സുക്രോസിൽ റെഡ്യൂസിംഗ് ഗ്രൂപ്പിൽ ആൽഡിഹൈഡിക്കിലെ ഫ്രീ കീറ്റോണിക് ഗ്രൂപ്പ് ഇല്ലാത്തത്. സോ അതുമൂലമാണ് സുക്രോസ് നോൺ റെഡ്യൂസിംഗ് ആവുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ വാട്ട് ആർ ദ 2 types ഓഫ് അസിയോട്രോപ്പ്? 2 അസിയോട്രോപ്പിന് എക്സാമ്പിൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. 2 types ഓഫ് അസിയോട്രോപ്പ്. സോ ഗിവ് ദ 2 examples ഫോർ 2 types ഓഫ് അസിയോട്രോപ്പ്. നമ്മൾ അസിയോട്രോപ്പിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള നമുക്ക് അസിയോട്രോപ്പുകളാണുള്ളത്. there are 2 types ഓഫ് അസിയോട്രോപ്പ്. ഒന്നെന്ന് പറയുന്നത് that is called minimum boiling azeotrope. One is called minimum boiling azeotrope. One is minimum boiling azeotrope, and the second one is called maximum boiling azeotrope. Minimum boiling azeotrope, and the second one is called maximum boiling azeotrope. Question like which type of azeotrope is formed by the solution that is showing large negative deviation from the Raoult's law? Give an example for such a solution. അതായത് റൗൾട്ട്സ് ലോയിൽ നിന്ന് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ. സി ബേസിക്കലി റൗൾട്ട്സ് ലോയിൽ നിന്ന് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവർ, റൗൾട്ട്സ് ലോയിൽ നിന്ന് ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ എന്ന് പറയുന്നത് ദേ ആർ ദി എക്സാമ്പിൾ ഓഫ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. ദേ ആർ ദി എക്സാമ്പിൾ ഓഫ് ദി മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് വാട്ടർ മിക്സർ. എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് വാട്ടർ മിക്സർ ആണ്. നേരെ മറിച്ച് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് എന്ത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ എക്സാമ്പിൾ. എക്സാമ്പിൾ എന്ന് പറയുന്നത് എഥനോൾ വാട്ടർ മിക്സർ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിൽ എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം. ലാംഡ, നമ്മളിത് റിവിഷൻ സീരീസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്, കോപ്പി പേസ്റ്റ് ആണ്. ലാംഡ 0m വാല്യൂ ഓഫ് സോഡിയം ക്ലോറൈഡ് HCl CH3CONA ആർ ഗിവൺ. ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ എന്തിന്റെയൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് തന്നിരിക്കുന്നത് നമുക്കിവിടെ സോഡിയം ക്ലോറൈഡിന്റെ തന്നിട്ടുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ തന്നിട്ടുണ്ട്, HCl കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിന്റെ കണ്ടുപിടിക്കണം? CH3COH അസറ്റിക് ആസിഡിന്റെ കണ്ടുപിടിക്കണം. സോറി, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ മാറിപ്പോയി. നമുക്ക് തന്നിരിക്കുന്നത് മിസ്റ്റേക്ക്. നമുക്ക് തന്നിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് HCl സോഡിയം അസറ്റേറ്റ്. സോറി, പ്ലീസ് കറക്റ്റ്. നമുക്ക് തന്നിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് HCl സോഡിയം അസറ്റേറ്റ് CH3CONA. നമുക്കറിയാം അസറ്റിക് ആസിഡ് കിട്ടണമെങ്കിൽ നമുക്ക് അസറ്റേറ്റ് അയോണും H+ വേണം. അതായത് നമുക്ക് ഈ പറയപ്പെടുന്ന അസറ്റിക് ആസിഡിൽ നിന്ന് അസറ്റിക് ആസിഡ് കിട്ടാനായിട്ട് നമുക്ക് CH3CONA സോഡിയം അസറ്റേറ്റ് എടുക്കാം, അതുപോലെ നമുക്ക് HCl എടുക്കാം. ഇത് രണ്ടും എടുത്തിട്ട് ഇതിൽ നമുക്ക് എന്തൊക്കെ വേണ്ട? സോഡിയം വേണ്ട, ക്ലോറിനും വേണ്ട. സോഡിയം ക്ലോറൈഡ് കുറച്ചാൽ മതി. അതായത് ലാംഡ 0m വാല്യൂ ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്, ലാംഡ 0m വാല്യൂ ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ലാംഡ 0m ഓഫ് സോഡിയം അസറ്റേറ്റ് CH3CONA സോഡിയം അസറ്റേറ്റ് പ്ലസ് ലാംഡ 0m ഓഫ് HCl, ലാംഡ 0m ഓഫ് HCl പ്ലസ് അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ലാംഡ 0m ഓഫ് സോഡിയം ക്ലോറൈഡ് കുറയ്ക്കണം. ലാംഡ 0m ഓഫ് സോഡിയം ക്ലോറൈഡ് കുറയ്ക്കണം. ഇനി ഓരോതിന്റെ വാല്യൂ എന്താന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിയേ, സോഡിയം അസറ്റേറ്റിന്റെ എത്രയാണ് വന്നിരിക്കുന്നത്? സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് 91. സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് 91, 91 പ്ലസ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ HCl എന്ന് പറയുന്നത് 425.9, 425.9 മൈനസ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് 126.4 മൈനസ് 126.4. അപ്പൊ 91 425.9 കൂടെ കൂട്ടുക. അപ്പൊ നമുക്ക് 516.9 എന്ന് കിട്ടും. 516.9 എന്ന് കിട്ടും. മൈനസ് 126.4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 390.5 എന്ന് കിട്ടും. 390.5. സോ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോള് എന്ന് കിട്ടും. സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് കിട്ടും. നമ്മളിവിടെ ഏതോ ലോ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കോൾറാഷസ് ലോ ആണ്. ഓക്കെ, കോൾറാഷസ് ലോ അനുസരിച്ചിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് degree of dissociation of an electrolyte at infinite dilution is equal to the degree of dissociation of that. Sorry, I made a mistake. Kohlrash's law എന്ന് പറയുന്നത് the molar conductivity of an electrolyte at infinite dilution is equal to the molar conductivity of the corresponding cation plus molar conductivity of the corresponding anion. Okay, please correct it.
Next one, consider the reaction A plus B giving product C. The reaction is first order with respect to E. A അനുസരിച്ചിട്ട് ഫസ്റ്റ് ഓർഡർ ആണ്, ബി അനുസരിച്ചിട്ട് സെക്കൻഡ് ഓർഡർ ആണെന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയാക്ഷൻ എങ്ങനെ എഴുതാം? റിയാക്ഷൻ എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു, റിയാക്ഷന്റെ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന 1 ആണ്, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ബി എന്ന് പറയുന്ന റേസ് ടു 2 ആണ്, റേസ് ടു 2 ആണ്. Then what is the rate equation? Rate is equal to rate constant into concentration of A raised to 1 into concentration of B raised to 2. How is the rate affected if the concentration of A as well as B is double? A യുടെയും B യുടെയും കോൺസെൻട്രേഷനെ ഡബിൾ ചെയ്താൽ എന്ത് സംഭവിക്കും? അത് ന്യൂ റേറ്റ് ആണ്. Therefore rate dash is equal to K into A ഡബിൾ ചെയ്തു 2A into concentration of B യും എന്തായി ഡബിൾ ആയി 2B raised to 2. So നമുക്ക് എന്ത് കിട്ടും? K into 2 into concentration of A, 2 square എന്ന് പറയുന്ന 4 into concentration of B square എന്ന് കിട്ടും. 4 into 2 എന്ന് പറയുമ്പോൾ 8, 8 into K into concentration of A into concentration of B square എന്ന് കിട്ടും. So K into A into B square എന്ന് പറയുന്നത് this is nothing but initial rate. ഇനിഷ്യൽ റേറ്റിന് എത്ര തവണയാവും? 8 മടങ്ങാവും. അപ്പൊ എന്താണ് നമ്മുടെ രണ്ടിന്റെയും കോൺസെൻട്രേഷനെ ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് becomes the 8 times as that of the initial rate. Okay. Okay. For the chemical reaction R giving P, concentration of the reactant R versus time graph is given below. ഈ റിയാക്ഷന്റെ ഓർഡർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബേസിക്കലി നമ്മൾ നോക്കിക്കേ, നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് വേഴ്സസ് ടൈം വരച്ചപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടി, നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള. അപ്പൊ ഇത് ഏത് ഇക്വേഷനിൽ നിന്ന് വരുന്നതാണ്? ദിസ് ഈസ് കമ്മിങ് ഫ്രം നത്തിങ് ബട്ട് ദ ഇക്വേഷൻ കോൾഡ് R ഈസ് ഈക്വൽ ടു R0 മൈനസ് KT. അതായത് R നോട്ട് എന്ന് പറയുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, R എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ അറ്റ് ടൈം T എന്ന് പറയുന്ന ടൈം, K എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ഇതെന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈക്വൽ ടു Y ഇസ് ഈക്വൽ ടു MX പ്ലസ് C ഫോമിലാണ്. MX പ്ലസ് C ഫോമിലാണെങ്കിൽ നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുന്നു? വി ആർ പ്ലോട്ടിംഗ് R വേഴ്സസ് ടൈം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. കാരണം എന്താണ്? ഇവിടെ സ്ലോപ്പിന്റെ വാല്യൂ മൈനസ് K. സോ നെഗറ്റീവ് സ്ലോപ്പ് കിട്ടി. സോ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈക്വൽ ടു മൈനസ് K ആണ്. സോ R0 ഈസ് ദ ഇന്റർസെപ്റ്റ്. നമുക്കിവിടെ ഇന്റർസെപ്റ്റ് Y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടി. സോ ബേസിക്കലി ഇത് ഏത് ഓർഡർ റിയാക്ഷന്റെയാണ്? ഇത് നത്തിങ് ബട്ട് സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫാണ്. കറക്റ്റ്. R ഈസ് ഈക്വൽ ടു R0 മൈനസ് KT എന്ന് പറയുന്നത് സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫാണ്. സോ പ്രെഡിക്ട് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ദിസ് ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. Give an example for a reaction. Like give an example. So നമ്മൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? Give an example for a reaction which follow the above graph. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സീറോ ഓർഡർ കാണിക്കുന്ന ഒരു റിയാക്ഷൻ ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലൈക്ക് എന്താ പറയുക, സീറോ ഓർഡർ നോക്കുന്ന റിയാക്ഷൻ ഉദാഹരണം എന്ന് പറയുന്നത് വി ക്യാൻ സേ ലൈക്ക് ഡീകമ്പോസിഷൻ ഓഫ്, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് gaseous ammonia, decomposition of gaseous ammonia on a hot platinum surface, at high pressure. Hot platinum surface at high pressure. Okay, hot platinum surface at അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം ചോദിച്ചാൽ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഓൺ എ ഗോൾഡ് സർഫസ്. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഓൺ എ ഗോൾഡ് സർഫസ്. Next one, what do you mean by ambidentate nucleophile? Give an example of it. Ambident എന്താണ്? ഫസ്റ്റ് നമ്മൾ കോർഡിനേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് മനസ്സിലാക്കണം? എന്താണ് ഒരു ആംബിഡെന്റ് ലിഗാൻഡ്, ആംബിഡെന്റേറ്റ് ലിഗാൻഡ് അല്ല ആംബിഡെന്റ് ലിഗാൻഡ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. സോ ആംബിഡെന്റ് ലിഗാൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ന്യൂക്ലിയോഫൈൽ പറയാം. അതായത് ഏതെങ്കിലും ഒരു ലിഗാൻഡ് ദാറ്റ് ക്യാൻ ലിഗേറ്റ് ത്രൂ 2 ഡിഫറെന്റ് ഡോണർ ആറ്റം, അതായത് 2 ഡിഫറെന്റ് ഡോണർ ആറ്റത്തിലൂടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ലിഗാൻഡുകളെയാണ് നമ്മൾ ഇത് ആംബിഡെന്റേറ്റ് ലിഗാൻഡുകൾ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ NO2 ഓർ ONO. ഇതിനകത്ത് NO2 എന്ന് പറയുന്നതിനകത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന നൈട്രജൻ വഴിയും ONOയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ഓക്സിജൻ വഴിയുമാണ്. സോ ദേ ആർ ഗെറ്റിംഗ് കോർഡിനേറ്റഡ് ത്രൂ 2 ഡിഫറെന്റ് ഡോണർ ആറ്റം. അങ്ങനെയുള്ള ലിഗാൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംബിഡെന്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. സോ അതൊരു ന്യൂക്ലിയോഫൈൽ എന്നാൽ ന്യൂക്ലിയസ് ലവിംഗ് ആൻഡ് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കുന്ന സിസ്റ്റംസിന് എക്സാമ്പിൾ. സോ നമുക്ക് NO2 തന്നെ എഴുതാം. കാരണം എന്താണ്? വി ക്യാൻ റൈറ്റ് ലൈക്ക് NO2 മൈനസ്. ഇറ്റ് ഈസ് NO2 മൈനസ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ആംബിഡെന്റ് ന്യൂക്ലിയോഫൈൽ.
മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് SCN മൈനസ് NCS മൈനസ് SCN മൈനസ് NCS മൈനസ് നത്തിങ് ബട്ട് കോൾഡ് തയോസൈനേറ്റ് ആൻഡ് ഐസോതയോസൈനേറ്റ്. ഡൺ. ഓക്കെ, സോ ഇതെല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ എന്താണെന്ന് പറയുന്നതിന് 1 മാർക്കും നമ്മൾ എക്സാമ്പിൾ കൊടുക്കുന്നതിന് 1 മാർക്കും കിട്ടും. ഡൈഫിനൈൽസ് ആർ പ്രിപ്പയർഡ് ഫ്രം അരൈൽ ഹാലൈഡ്. എങ്ങനെയാണ് ഡൈഫിനൈൽസ് അരൈൽ ഹാലൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. സോ ബേസിക്കലി ഡൈഫിനൈലുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു അരൈൽ ബ്രോമൈഡ് എടുക്കുന്നു, 2 molecules ഓഫ് അരൈൽ ബ്രോമൈഡ്. വി ആർ അലൗവിംഗ് ഇറ്റ് ടു റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. Sodium in presence of dry ether, you will be getting biphenyl O. So ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും എന്താണ് ഇങ്ങനെ എഴുതിയത്. So nothing but bromobenzene is allowed to react with sodium in presence of dry ether. You will be getting biphenyl system. അതായത് 2 ബെൻസീൻ റിങ്ങുകൾ ഫ്യൂസ് ചെയ്തുള്ള സിസ്റ്റം നമുക്ക് കിട്ടുന്നു പ്ലസ് ബ്രോമിൻ മോളിക്യൂൾ. ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എടുത്താൽ ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫിറ്റിക് റിയാക്ഷൻ. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു റിയാക്ഷൻ കൂടി പറയണം. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ബ്രോമൈഡ് ഉണ്ടെന്ന് വെച്ചാൽ ആൽക്കൈൽ ബ്രോമൈഡ് when it is allowed to react with sodium in presence of dry ether. If you have 2 molecules, you will be getting CH3 single bond CH3 plus bromine. This reaction is called Woods reaction. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. നേരെ മറിച്ച് നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അരൈൽ ഹാലൈഡൂടെയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ, ഒരു ആൽക്കൈൽ ഹാലൈഡും അരൈൽ ഹാലൈഡൂടെ കമ്പയറിംഗ് ഇറ്റ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ആണ് നമുക്ക് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് CH3 വിൽ ബി ഗെറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്ലസ് ബ്രോമിൻ. സോ ദിസ് ഈസ് കോൾഡ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. മൂന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നെയിം ദ റിയാക്ഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദി ബൈഫിനൈൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നത്തിങ് ബട്ട് കോൾഡ് ഫിറ്റിക് റിയാക്ഷൻ. നമ്മൾ എന്താണ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഇപ്പുറത്ത് എഴുതി കഴിഞ്ഞു. Is it necessary to avoid even traces of moisture from the Grignard reagent? Grignard reagent നിന്ന് മോയിസ്ചറിന്റെ സ്മോൾ ട്രേസസ് പോലും അവോയ്ഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? അതിന് കാരണം എന്ന് പറയുന്നത് Grignard reagent is nothing but called RMGX. നമ്മൾ ഇതിനകത്ത് വാട്ടർ കൊടുത്താൽ Grignard reagent പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഇത് ഡയറക്ട്ലി ആൽക്കൈൻ പ്ലസ് MgOH ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് Grignard reagent എന്ന് പറയുന്ന വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈനെ ഫോം ചെയ്യും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? Grignard reagentന്റെ പ്രസൻസ് വാട്ടർ Grignard reagentന്റെ പ്രസൻസിൽ വരാൻ പാടില്ലാത്തത്. നെക്സ്റ്റ് വൺ, ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് ഡാർക്ക് കളേർഡ് ബോട്ടിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് സോ ദാറ്റ് എയർ ഈസ് കെപ്റ്റ് ഔട്ട്. അതായത് നമ്മൾ ക്ലോറോഫോം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഡാർക്ക് കളേർഡ് ബോട്ടിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോറോഫോം എന്ന് പറയുന്നത് ഹൈലി ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ക്ലോറോഫോം ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് COCl2 പ്രൊഡ്യൂസ് ചെയ്യും. COCl2 ഈസ് നത്തിങ് ബട്ട് കോൾഡ് ഫോസ്ജീൻ ആയിട്ട് മാറും. ഫോസ്ജീൻ എന്ന് പറഞ്ഞാൽ ഹൈലി പോയിസണസ് ആണ്. സോ അതുകൊണ്ടാണ് ക്ലോറോഫോം ഹൈലി ലൈറ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ഡാർക്ക് കളർഡ് ബോട്ടിൽ വെക്കണം. അതല്ലെങ്കിൽ ക്ലോറോഫോം വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു ഫോസ്ജീൻ. നെക്സ്റ്റ് വൺ, ഗിവ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഫ്രം ക്യൂമീൻ. Then write the IUPAC name of the byproduct formed during the above reaction. അതായത് ക്യൂമീനിൽ നിന്ന് എങ്ങനെയാണ് ഫിനോൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? ക്യൂമീൻ എന്താണ്? ക്യൂമീൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ബെൻസീൻ റിംഗ് എടുക്കുന്നു. ബെൻസീൻ റിംഗിലേക്ക് CH3 ദിസ് ഈസ് കോൾഡ് ക്യൂമീൻ. ഈ പറയപ്പെടുന്ന സാധനം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് എ മോളിക്യൂൾ ലൈക്ക് CH3OOH കിട്ടുന്നു. വെൻ യു ആർ അണ്ടർഗോയിങ് ആസിഡ് ഹൈഡ്രോളിസിസ്, ഇതിനെ നമ്മൾ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഫിനോൾ along with CH3 C double bond of CH3. അതായത് ക്യൂമീനിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്യൂമീൻ എടുത്താൽ ക്യൂമീനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും? ക്യൂമീനിൽ നിന്ന് ഫിനോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്, നമുക്കപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന അസറ്റോൺ ആയിരിക്കും. അസറ്റോൺ അല്ലെങ്കിൽ നത്തിങ് ബട്ട് കോൾഡ് പ്രൊപ്പനോൺ. ഇനി ഈ പറയപ്പെടുന്ന കോമ്പൗണ്ട് അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ദിസ് ഇസ് കോൾഡ് ക്യൂമീൻ
Cumene hydroperoxide. Cumene hydroperoxide. Cumene hydroperoxide. Okay. സോ അപ്പൊ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എഴുതി ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് ബൈ പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ഈസ് അസറ്റ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കാനിസാറോ റിയാക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ. കാനിസാറോ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്തിന്റെ സഹായത്തോടെ? കെമിക്കൽ ഇക്വേഷന്റെ സഹായത്തോടെ. കാനിസാറോ റിയാക്ഷന്റെ പ്രത്യേകത, കാനിസാറോ റിയാക്ഷൻ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ്, അതായത് ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ദർ ഈസ് നോ ആൽഫ ഹൈഡ്രജൻ. നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൽഫ ഹൈഡ്രജൻ വേണം. കാനിസാറോ റിയാക്ഷനിൽ there should not be any alpha hydrogen. ഉദാഹരണം പറഞ്ഞു നമ്മൾ ഫോർമാൽഡിഹൈഡ് എടുക്കുന്നു. If you are taking formaldehyde or the aldehydes that is containing, or the aldehydes that is containing or aldehydes without having alpha hydrogen, when it is allowed to react with a concentrated alkali, for example if you are taking it like concentrated potassium hydroxide, it will undergo self-oxidation and reduction. ഇതെന്താ പറയുന്നത്? എന്ത് സംഭവിക്കുന്നു? That will be undergoing self-oxidation and reduction. Self-oxidation and reduction നടന്ന് എന്ത് ഫോം ചെയ്യുന്നു? One will be getting converted to carboxylic acid and the other will be getting converted to corresponding alcohol. So അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഫോർമാൽഡിഹൈഡിൽ നിന്ന് നമുക്ക് CH3OH കിട്ടുന്നു. ദാറ്റ് മീൻ റിഡക്ഷൻ നടക്കുന്നു. ഒരെണ്ണത്തിൽ നിന്ന് യു വിൽ ബി ഗെറ്റിംഗ് അസറ്റിക് ആസിഡ്, we will be getting formic acid. ഇവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉള്ളത് കൊണ്ട് that will be react with the potassium hydroxide to form potassium salt of formic acid. അതായത് പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫോമിക് ആസിഡ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അതാണ് അവിടെ നമ്മൾ കാനിസാറോ റിയാക്ഷൻ ഇവിടെ. സോ എക്സാമ്പിൾ ആൽഡിഹൈഡ്സ് which is not containing alpha hydrogen that will undergo self oxidation and reduction in the presence of concentrated alkali. One aldehyde get converted to alcohol, that means reduction takes place. One aldehyde will be converted to corresponding carboxylic acid. But Cannizzaro reaction minimum condition എന്ന് പറയുന്നത് there should not be the presence of alpha hydrogen in the aldehyde molecule. So നമ്മൾ Cannizzaro reaction എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? Aldehydes which is not containing alpha hydrogen, when it reacted with the concentrated alkali, it undergoes self oxidation and reduction to convert to alcohol as well as corresponding carboxylic acid. Clear? Next one, identify the product formed in A and B in the following reaction. CH3COCH2 react with the bromine in presence of sodium hydroxide. C. Bromine in presence of sodium hydroxide or amide. നമ്മൾ ഒരു amide എടുത്തിട്ട് when it is allowed to react with the bromine in presence of sodium hydroxide എന്ന് പറയുന്നത് Hofmann bromamide reaction. This is called a Hofmann bromamide reaction. Hofmann bromamide reaction അകത്ത് ഏതെങ്കിലും ഒരു amide bromine in presence of sodium hydroxide ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ you will be getting primary amine having one carbon less. ഇവിടെ രണ്ട് കാർബൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇതിന്റെ റിയാക്ഷൻ എഴുതിയാൽ if you are taking CH3 C double bond O NH2, this is called amide. When it is allowed to react with bromine in presence of sodium hydroxide. So നമ്മൾ ഈ പർട്ടിക്കുലർ റിയാക്ഷൻ ആണ് നത്തിങ് ബട്ട് കോൾഡ് വാട്ട്? അമൈഡിൽ നിന്ന് അമീൻസിനെ സിന്തസൈസ് ചെയ്യുന്ന ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. യു വിൽ ബി ഗെറ്റിംഗ് CH3NH2. പ്രൈമറി അമീൻ തന്നെ കിട്ടും. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് വാട്ട് ആദ്യം ഉണ്ടാകുന്ന അമൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാൾ ഒരു കാർബൺ കുറവായിരിക്കും. സോ ഒരു ബാക്കി ബാലൻസ് റിയാക്ഷൻ എഴുതിയ സോ യു വിൽ ബി ഹാവിംഗ് sodium carbonate Na2CO3 plus 2NaBr plus 2H2O. Balance ചെയ്യാനായിട്ട് there should be 4H2. Yeah, 4 sodium hydroxide should be required. Then CH3CONH2 with lithium aluminum hydride. See, basically നമ്മൾ lithium aluminum hydride എന്ന് പറയുന്നത് ഒരു reducing agent ആണ്. നമ്മൾ ഈ പറയപ്പെടുന്ന അമൈഡിനെ റെഡ്യൂസ് ചെയ്താൽ ഡയറക്റ്റ് അമീൻ കിട്ടും. അതായത് സോ യു വിൽ ബി ഗെറ്റിംഗ് CH3CH2NH2. ഇവിടെ അറിയേണ്ട കാര്യം രണ്ടിടത്തും റിഡക്ഷൻ ആ സംഭവിച്ചത്. പക്ഷെ പ്രത്യേകത എന്താ? അവിടെ അതായത് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ അകത്ത് അമൈഡിനകത്ത് എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാൾ ഒരു കാർബൺ കുറവുള്ള അമീനായിരിക്കും കിട്ടുക. നേരെ മറിച്ച് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമൈഡിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ തന്നെയുള്ള അമീനായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അസ്കോർബിക് ആസിഡ്
dissolved in 120 gram of acetic acid to lower its melting point by 1.6 degree Celsius. അതായത് നമ്മൾ അസ്കോർബിക് ആസിഡിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അസറ്റിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ അസ്കോർബിക് ആസിഡിനെ എടുത്ത് അസറ്റിക് ആസിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ അസറ്റിക് ആസിഡ് ആണ് അവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത്. സോ സോൾവെന്റിന്റെ മാസ് W2 എത്രയാണ് തന്നിട്ടുണ്ട്, 120 ഗ്രാം. സോൾവെന്റിന്റെ മാസ് 120 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. സോൾവെന്റിന്റെ മാസ് എന്ന് പറയുന്നത് 120 ഗ്രാം. ദെൻ ഇനി അറിഞ്ഞിരിക്കുന്നത് എത്ര മാസ് ഓഫ് അസ്കോർബിക് ആസിഡ് ഡിസോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദെൻ അസ്കോർബിക് ആസിഡ്, സോ ദാറ്റ് ഈസ് C6 H8 O6. ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് കാർബൺ 12 6 72, ഹൈഡ്രജന്റെ 8 × 1 8 പ്ലസ് 6 പിന്നെ നമ്മൾ ഇനി നമ്മളിവിടെ ഓക്സിജൻ നോക്കണം. ഓക്സിജൻ എന്ന് പറയുമ്പോൾ O6 വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും, സോ ബേസിക്കലി നമ്മൾ അസ്കോർബിക് ആസിഡ് നോക്കുവാണെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് നമ്മൾ കാർബൺ എന്ന് പറയുന്നത് 12 6 72, കറക്റ്റ് 12 6 72. സോ കാർബൺ 12 6 72, ഹൈഡ്രജൻ 72 പ്ലസ് 8 80 എന്ന് കിട്ടി. ഓക്സിജൻ എന്ന് പറയുന്നത് 16 16 × 6 16 × 6 എന്ന് പറയുമ്പോൾ 6 36 6 ഇഷ്ടം 3 1 6 6 3 18 1 6 6 6 3 9 96. സോ 6 9 കിട്ടും 17 176 എന്ന് കിട്ടും. സോ അസ്കോർബിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് 176. നമുക്കൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്തേക്കാം. മോളിക്കുലർ മാസ് ഓഫ് അസ്കോർബിക് ആസിഡ് 176, കറക്റ്റ്. നമ്മൾ കിടക്കുന്നത് 176 എന്ന് കിട്ടി. സോ മോളിക്കുലർ മാസ് സൊല്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് M2 is equal to 176 grams per mole. സോ അതിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോൾവെന്റ് ആണ് 120. അപ്പൊ അത് W2 അല്ല, അത് W1 ആണ് വേണ്ടത്. കാരണം സോൾവെന്റിനെ നമ്മൾ 1 കൊണ്ടും സൊല്യൂട്ടിനെ 2 കൊണ്ടുമാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അസ്കോർബിക് ആസിഡിന്റെ മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോക്കിക്കേ, അസ്കോർബിക് ആസിഡിന്റെ മാസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് എത്രയാണ്, W2 നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ എത്രത്തോളം മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു, 1.6. അതായത് ഡെൽറ്റ TF ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1.6 ആണ്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1.6 ആണ് നമുക്ക് കിട്ടി. ദെൻ അങ്ങനെയാണ് എങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് KF തന്നിട്ടുണ്ട് 3.9 ആണ്. KF എന്ന് പറയുന്നത് 3.9 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് റിലേഷൻ അറിയാം. വി നോ ദാറ്റ് ഡെൽറ്റ TF is equal to KF into M molality. That is nothing but KF is equal to molality എന്ന് പറയുന്ന number of moles of solute. സൊല്യൂട്ടിന്റെ number of moles എന്ന് പറയുന്ന weight W2 upon molar mass M2 divided by then mass of the solvent in kilogram. Mass of the solvent എന്ന് പറയുന്നത് W1 divided by 1000 എന്ന് കിട്ടും. കറക്റ്റാ? ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ KF into W2 into 1000 divided by M2 W1 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് W2 ആണ്. കാരണം വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. W2 is equal to ഡെൽറ്റ TF into M2 into W1 divided by KF into 1000. സോ എന്ത് കിട്ടും, ഡെൽറ്റ TFന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 into 176. W1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.12. W1ന്റെ വാല്യൂ 0.12. 0.12 എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. W12ന്റെ വാല്യൂ എന്ന് പറയുന്നത് W1 എത്രയാണ് വന്നിരിക്കുന്നത്, W1 എന്ന് പറയുന്നത് 120 ഗ്രാം. That is nothing but equal to 120 divided by KF എന്ന് പറയുന്നത് KF is nothing but 3.9 into KF 3.9 അല്ലേ, KF 3.9 into 1000 എന്ന് വരും. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ you will be getting 8.66 gram. സോ എന്തായിരിക്കും വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് 8.66 gram. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറയുന്നത് 8.66 gram എന്ന് കിട്ടും. Next, given the standard electrode potentials of the sum of the electrode, കുറച്ച് ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോഡുകളെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദി റെഡ്യൂസിംഗ് പവർ, അതായത് റെഡ്യൂസിംഗ് പവർ കൂടുന്നതനുസരിച്ച് അറേഞ്ച് ചെയ്യണം. റെഡ്യൂസിംഗ് പവർ കൂടുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കണം, അതിന് ഓക്സിഡേഷൻ സംഭവിക്കണം. ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന്റെ പ്രത്യേകത എന്താ, അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറവായിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, റെഡ്യൂസിംഗ് പവറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. റെഡ്യൂസിംഗ് പവർ ഏറ്റവും കൂടുതലുള്ളതിന് ഓക്സിഡേഷൻ സംഭവിക്കണം. ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ആ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലാർജ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ലാർജ് നെഗറ്റീവ്. അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന ഏതിനാണ്, പൊട്ടാസ്യത്തിനാണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരുന്നത് K+K പൊട്ടാസ്യം.
അതിനുശേഷം പിന്നെ വലിയ വാല്യൂ എവിടെയുള്ളത് മഗ്നീഷ്യം, ലാർജ് നെഗറ്റീവ് മഗ്നീഷ്യത്തിന്. സോ വി ഹാവ് മഗ്നീഷ്യം 2+ ബാർ മഗ്നീഷ്യം. അടുത്തതെന്ന് പറയുന്നത് -0.76, ദാറ്റ് ഈസ് സിങ്ക് 2+ ബാർ സിങ്ക്. അടുത്തത് വലിയ വാല്യൂ 0.34, ദാറ്റ് ഈസ് കോപ്പർ 2+ ബാർ കോപ്പർ. അടുത്തത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരുന്നത് സിൽവർ Ag+ ബാർ Ag. അപ്പൊ നമ്മുടെ ഓർഡർ എന്ത് വരും? സിൽവർ, ദെൻ കോപ്പർ, ദെൻ സിങ്ക്, ദെൻ മഗ്നീഷ്യം, ദെൻ പൊട്ടാസ്യം. ക്യാൻ യു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ സിങ്ക് പോട്ട്? നമ്മൾ കോപ്പർ, അതായത് നമ്മുടെ സിങ്ക് പോട്ട് ഉണ്ട്. അപ്പൊ ഇലക്ട്രോഡ് ആയിട്ട് സിങ്ക് ആക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കും. സോ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇത് വളരെ ക്ലിയർ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഈ പൊട്ടൻഷ്യൽ വാല്യൂസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ പറയപ്പെടുന്ന കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ് തന്നിരിക്കുന്നത്? കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.34. സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാ? സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.76. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ കോപ്പർ ആണ്. അപ്പൊ കോപ്പറിന്റെ ടെൻഡൻസി എന്താ? കോപ്പറിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് റെഡ്യൂസ് ആവാനാണ്. അപ്പൊ എന്ത് സംഭവിക്കും? കോപ്പർ 2+ ആണെങ്കിൽ അത് 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് കോപ്പർ ആയി മാറാനുള്ള ടെൻഡൻസിയാണ് കോപ്പറിനുള്ളത്. ബട്ട് ഈ പറയപ്പെടുന്ന സിങ്കിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്, ഓക്സിഡേഷൻ ടെൻഡൻസി ആണുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയപ്പെടുന്ന സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെൻഡൻസിയാണ് സിങ്കിന് കൂടുതൽ. ക്ലിയർ ആ? അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? കോപ്പർ സൾഫേറ്റ് എടുത്ത് സിങ്ക് പോർട്ടിൽ വെക്കുമ്പോൾ സിങ്ക് പോർട്ടിലുള്ള സിങ്കിന് സിങ്ക് 2+ ആയിട്ട് മാറും. നത്തിങ് ബട്ട് വാട്ട് ഇറ്റ് വിൽ ഹാപ്പൻ? കോപ്പർ 2+ അയോൺ, അതായത് ഈ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺ സിങ്ക് പോർട്ടിനകത്തുള്ള സിങ്കിനെ റീപ്ലേസ് ചെയ്യും. സോ വാട്ട് വിൽ ഹാപ്പൻ? സിൻസ് the reduction potential of copper is greater than that of the zinc, copper will undergo reduction and zinc will undergo oxidation. That is why the zinc will be replaced by copper since copper is undergoing reduction reaction. So നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ പറയപ്പെടുന്ന പോർട്ടിനകത്ത് സിങ്ക് മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ആ പോർട്ടെ നമുക്ക് നഷ്ടപ്പെടും. Calculate the standard cell potential of a cell in which the following reaction takes place. ഈ താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻ നടക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ നോക്കി മഗ്നീഷ്യം is getting converted to magnesium 2+, oxidation state കൂടി, that means it is undergoing oxidation, so it is an anode. Silver is getting converted to silver is undergoing reduction, so that is why reduction നടക്കുന്നത് cathode. നമുക്കറിയാം E0 cell എന്ന് പറയുന്നത്, E0 cell can be calculated as E0 cell is equal to E cathode or E naught of cathode minus E naught of anode എന്ന് പറയാം. കാഥോഡ് ആരാണ്? കാഥോഡ് സിൽവർ ആണ്. സിൽവറിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0.80 മൈനസ് ഇനി ആനോഡ് ആയിട്ട് ആരാണ്? മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ പൊട്ടൻഷ്യൽ -2.36 നത്തിങ് ബട്ട് 0.8 plus 2.36. 0.8 plus 2.36 nothing but equal to that value will be equal to 3.16 volt. 3.16 volt ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ. ഈ പറയപ്പെടുന്ന ഈതർ ഫോം ചെയ്യണ വില്യംസൺ സിന്തസിസ് വെച്ച് അതിന്റെ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് അല്പം ക്ലിയർഫുൾ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ അതിന് മുമ്പ് ഇതിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റൻ ആയി? നമ്മൾ 18ാം ക്വസ്റ്റൻ. നമുക്ക് ആ ഓർഡറിൽ ഇപ്പോൾ 18. എക്സ്പ്ലെയിൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അതായത് ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഫസ്റ്റ് ഓർഡർ അല്ലാന്ന് തോന്നുന്നു, ഹയർ ഓർഡർ ആണെന്ന് തോന്നുന്നു, പക്ഷെ അത് ആക്ച്വലി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്സാമ്പിൾ ഓഫ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കൺസിഡറിംഗ് ഹൈഡ്രോളിസിസ് ഓഫ് ആൻ എസ്റ്റർ, ഒരു എസ്റ്റർ ഹൈഡ്രോളിസിസ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് CH3, C ഡബിൾ ബോണ്ടോ O, C2H5, ഇതിനെ നമുക്കറിയാം, ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എഥനോൾ plus acetic acid, CH3COH, acetic acid you will be getting. ഈ റിയാക്ഷൻ റേറ്റ് എഴുതിയാൽ റേറ്റ് വിൽ ബി ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി എസ്റ്റർ. ബട്ട് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് വേരിയേഷൻ വരില്ല. ഇറ്റ് ഈസ് എ that concentration remains constant. Therefore, the actual rate of the reaction nothing but equal to K into concentration of the ester.
ഈ പെട്ടെന്ന് ഈ ഒരു റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ? ദ റിയാക്ഷൻ ലുക്സ് ലൈക്ക് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, ബട്ട് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ വിച്ച് സീംസ് ടു ബി എ ഹയർ ഓർഡർ, ബട്ട് ആക്ച്വലി വിച്ച് ഈസ് ഫോളോയിങ് എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. സോ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ. Next one, describe the preparation of potassium dichromate from the chromate ore with the help of a chemical equation. അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ഓറിൽ നിന്നുള്ള പ്രിപ്പറേഷനെ ഇക്വേഷന്റെ സഹായത്തോടെ എഴുതാം. ഫോർ എക്സാമ്പിൾ ഒരു ക്രോമേറ്റ് ഓർ എഴുതി, നമ്മൾ അയൺ ക്രോമേറ്റ് FeCr2O4. This is a chromite. When it is allowed to react with sodium carbonate, in presence of oxygen, burning in presence of oxygen it is happening. So the reaction can be called as roasting reaction. You will be getting 8NaCrO4. This is nothing but called a sodium chromate. Plus 2FeO3. ഈ പറയപ്പെടുന്ന സോഡിയം ക്രോമേറ്റ്, അതായത് sodium chromate Na2CrO4. This Na2CrO4, when it is allowed to react with acidification by using sulfuric acid, you will be getting Na2Cr2O7, sodium dichromate, plus Na2SO4, sodium sulfate plus water. So this particular sodium dichromate, Na2Cr2O7, when it is allowed to react with the potassium chloride, it will get converted to, the sodium will be replaced by potassium from K2Cr2O7 plus 2NaCl. For example, first we have a chromite ore that will be converted to a chromate ore. This is chromite ore converted to chromate ore. Chromate is getting converted to dichromate ore. Done. Next one, what is lanthanoid contraction? എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ? അതായത് നമ്മൾ ലാന്തനോയിഡ് സീരീസ് എടുത്താൽ, ലാന്തനോയിഡ് സീരീസ് എന്ന് പറയുന്നത് ലന്താനം മുതൽ ലുട്ടൻഷ്യൻ വരെ, LU വരെ നമ്മൾ എടുക്കുമ്പോൾ there is a gradual decrease in the atomic radii or the ionic radii of lanthanide element as the atomic number increases. അതായത് ലന്താനത്തിൽ നിന്ന് ലുട്ടൻഷ്യൻ വരെ പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ചിട്ട് ഈ പറയപ്പെടുന്ന ആറ്റത്തിന്റെ അയോണിക് റേഡിയൽ അറ്റോമിക് റേഡിയൽ ഒരു ഗ്രാജുവൽ ഡിക്രീസ് ഉണ്ടാവുന്നു. ആ ഡിക്രീസിനെയാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ലാന്തനോയിഡ് കൺട്രാക്ഷൻ is the decrease in the atomic and ionic radii of the lanthanide elements, that is from lanthanum to lutetium, as the atomic number increases. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, when you're considering 4F orbital, 4F എന്ന് പറയുന്നത് 4F is having poor shielding effect. 4F എന്ന് പറയുന്ന പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇന്നർ ആയിട്ടുള്ള 4F ഇലക്ട്രോണ് പുവർ ഷീൽഡിംഗ് ആണെങ്കിൽ ദ ന്യൂക്ലിയസ് ക്യാൻ അട്രാക്ട് ദി ഔട്ടർ ഇലക്ട്രോൺ മോർ എഫക്റ്റീവ്ലി. സിൻസ് 4F is having poor shielding effect, so that particular electrons are shielding the outer electron for example, it cannot shield the outer electron from the nucleus, so the nucleus can attract the outer electron more effectively. So the outer electron become closer to the nucleus, so the size of the atom decreases. കാരണം അതായത് 4F പുവർ ഷീൽഡിംഗ് ആകുമ്പോൾ ന്യൂക്ലിയസിന് ഈസി ആയിട്ട് ഔട്ടർ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഔട്ടർ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് അടുത്തേക്ക് വരും, ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. ഇതുമൂലമുള്ള കോൺസിക്വൻസ് എന്ത്? ഇതുമൂലമുണ്ടാവുന്ന കോൺസിക്വൻസ് എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പുവർ ഷീൽഡിംഗ് എഫക്ട് മൂലം ലെസ് ആയിട്ട് ഷീൽഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് കൂടുന്നുണ്ട്? there is an increase in effective nuclear charge. ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതായത് when an electron is added to the 4F subshell, since 4F is having poor shielding effect, there is an increase in the effective nuclear charge. Since effective nuclear charge increases, atomic size decreases. എന്താണ് ഇത് മൂലമുള്ള കോൺസിക്വൻസ്? ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്, നമ്മൾ സെക്കൻഡ് റോ ട്രാൻസിഷൻ എലമെന്റ്സും തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റ്സും എടുത്താൽ ഇവ രണ്ടിനും ഇടയിലാണ് എന്ത് വരുന്നത്? ഇവ രണ്ടിനും ഇടയിലാണ് 4F സീരീസ് അല്ലെങ്കിൽ ലാന്തനോയിഡ് സീരീസ് വരുന്നത്. അപ്പൊ ഇവ രണ്ടും തമ്മിൽ സൈസിൽ വലിയ ഡിഫറൻസ് വരുന്നില്ലാത്തതുകൊണ്ട്, കാരണം എന്താണ്? ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലം സൈസ് കുറയുകയാണ്, സൈസിൽ വലിയ ഡിഫറൻസ് വരുന്നില്ലാത്തത് കൊണ്ട് സെക്കൻഡ് റോ ട്രാൻസിഷൻ എലമെന്റ്സിന്റെയും തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റിന്റെയും പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. സോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സെക്കൻഡ് റോ ട്രാൻസിഷൻ എലമെന്റ് ആൻഡ് ദ തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റ് വിൽ ബി ഓൾമോസ്റ്റ് സിമിലർ. ഓക്കെ. Next one, consider the following organic compound: CO NH3 5 times ClCl2. ഇത് ചുറ്റ ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം.
സ്കാൻ ചെയ്ത് നല്ല ക്ലാരിറ്റി. സോ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. CO ഞാൻ എന്നോട് എഴുതാം. CO NH3 5 ടൈംസ് Cl2. ഇതെങ്ങനെ പേര് കൊടുക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിവിഷൻ സീരീസിൽ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് കൊബാൾട്ട് ആണ്. അതിലേക്ക് അമോണിയ 5 ലിഗാൻഡ് ഉണ്ട്, ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പൊ 5 1 6 ലിഗാൻഡ്. സോ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6. ഇതിന്റെ IUPAC നെയിം ആദ്യം എന്ത് എഴുതണം? ലിഗാൻഡിന്റെ പേര് എഴുതണം. 5 അമീൻ ഉണ്ട്. സോ ഇറ്റ് വിൽ ബിക്കം പെന്റാ അമീൻ. ക്ലോറിൻ ആണ്. സോ ഇറ്റ് വിൽ ബിക്കം ക്ലോറിഡോ. then കൊബാൾട്ട് ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. അമീൻ 0, ക്ലോറിൻ എന്ന് പറയുന്നത് -1. 2 ക്ലോറിൻ വെളിയിലുണ്ടാവും -2. അപ്പൊ ഇത് +2 വരും. therefore x - 1 is equal to +2 എന്ന് വരും. therefore x is equal to +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്ന് കിട്ടും. വെദർ ദ കോമ്പൗണ്ട് ഈസ് ഹോമോലെപ്റ്റിക് ഓർ ഹെട്രോലെപ്റ്റിക്. അതായത് ഒരു സെൻട്രൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകളെല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഹോമോലെപ്റ്റിക് അല്ലെങ്കിൽ ഹെട്രോലെപ്റ്റിക് ആണ്. സോ ഇവിടെ അമീൻ ലിഗാൻഡും ഉണ്ട്, ക്ലോറിൻ ലിഗാൻഡും ഉണ്ട്. സോ ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. Compare the structure and magnetic property of NaCN4 2- and NaCl4 2- on the basis of valence bond theory. നമ്മൾ റിവിഷൻ സീരീസിൽ കണ്ടത് തന്നെയാണ്. സോ ഒന്നാമത് വന്നിരിക്കുന്നത് എന്താണ്? NiCN4 2-. ഫസ്റ്റ് നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. CN എന്ന് പറയുന്ന -1, ദാറ്റ് ഈസ് x - 4 ഈക്വൽ ടു നെറ്റ് ചാർജ് -2. therefore x is equal to +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നോർമലി നിക്കൽ എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 28 ആണ്. വാലൻസ് കോൺഫിഗറേഷൻ 3d8 4s2 എന്ന് വരും. അപ്പം Ni2+ വരുമ്പോൾ 2 ഇലക്ട്രോൺ വെളിയിലേക്ക് പോകുന്നു, 3d8. സോ നമുക്ക് എന്താണ്? ഡി സബ്ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരും. 1 2 3 4. സോ 1 2 3 4 5 6 7 8. ഇവിടെ നമുക്കുള്ളതാണ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. കാരണം സൈൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. പെയറിംഗ് നടക്കും. പെയറിംഗ് നടക്കുന്നതിന്റെ ഫലമായിട്ട് സോ യു വിൽ ബി ഗെറ്റിംഗ് 1 2 3 4 5 6 7 8 എന്ന് കിട്ടും. സോ ഈ റിമൈനിങ് യു ഹാവ് എ 4s ഓർബിറ്റൽ, ദെൻ യു ആർ ഹാവിംഗ് എ 4p ഓർബിറ്റൽ. ഈ പറയപ്പെടുന്ന 1s ഓർബിറ്റലും ഒരു d ഓർബിറ്റലും ഒരു s ഓർബിറ്റലും 2p. കാരണം മൊത്തം 4 ലിഗാൻഡ് ആണ്. എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് യു വിൽ ബി ഗെറ്റിംഗ് dsp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. നമുക്ക് dsp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടും. dsp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ CN- ഓരോ ഇലക്ട്രോൺ വെച്ച് കൊണ്ടുവരാൻ പറ്റും. 2 2 2 2. സോ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് dsp2 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഷേപ്പ് വിൽ ബി സ്ക്വയർ പ്ലാനർ. നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ പറയാ, ഇവിടെ അകത്തേക്കുള്ള ഡി ഓർബിറ്റലാണ് എടുത്തിരിക്കുന്നത്. സോ ഒക്ടാഹെഡ്രൽ പറഞ്ഞു, ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ എന്താ പറയാ, there is no unpaired electron, so this is nothing but called diamagnetic in nature. This is nothing but called, this will be diamagnetic in nature. നെക്സ്റ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് എന്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? നമ്മൾ കമ്പയർ ചെയ്ത് NiCl4 2- ആണ്. ഇവിടെയും നിക്കൽ എന്ന് പറയുന്നത് x - 4 ഈക്വൽ ടു -2. therefore x is equal to +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിക്കൽ എന്ന് പറയുന്ന +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, നത്തിങ് ബട്ട് ഈക്വൽ ടു 3d8. സോ നമ്മൾ 3d8 വരച്ചു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇഫ് യു ഡ്രോയിങ് 3d8, ഡി സബ്ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരും. 2 4 6 ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. 8 ഇങ്ങനെ നമ്മൾ ശരിക്കും വരയ്ക്കാൻ പാടില്ല. ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ പെയറിംഗ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് സിംഗിളി ഓക്കുപ്പൈഡ് ആക്കണം. 1 2 3 4 5 6 7 8. ഇനി ക്ലോറിൻ എന്ന് പറയുന്ന വീക്ക് ഫീൽഡ് ലിഗാൻഡായിട്ട് പെയറിംഗ് നടക്കില്ല. ഇത് ഇതേപടി തന്നെ ഇരിക്കും. നമുക്ക് വി ഹാവ് 4s ഓർബിറ്റൽ ആൻഡ് വി ആർ ഹാവിംഗ് എ 4p ഓർബിറ്റൽ. ഈ പറയപ്പെടുന്ന ഒരു s സബ്ഷെല്ലും 3p സബ്ഷെല്ലോടെ കമ്പൈൻ ചെയ്തിട്ട് യു വിൽ ബി ഗെറ്റിംഗ് എൻ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. സോ ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാവും. sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാകുമ്പോൾ ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇവയെന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഈ പറയപ്പെടുന്ന ക്ലോറിൻ 2 ഇലക്ട്രോൺ വെച്ച് കൊണ്ടുവരും. 2 4 6 8 ഇങ്ങനെയായിരിക്കും ഫില്ലിങ് നടക്കുക. ജോമെട്രി എന്ന് പറയുന്ന ടെട്രാഹെഡ്രൽ. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. കമ്പയർ ദ സ്ട്രക്ചർ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എല്ലാം നമ്മൾ കമ്പയർ ചെയ്യും. റൈറ്റ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ബൈ phenol when it is allowed to react with the diluted nitric acid. Phenol ഡൈനിക് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇതെന്ത് റിയാക്ഷനാണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് കിട്ടും. കാരണം ഇത് ഫിനോൾ എന്ന് പറയുന്ന ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. നമുക്ക് എന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് ഓർത്തോ നൈട്രോഫിനോൾ
as well as you will be getting paranitrophenol. നമുക്ക് ഓർത്തോനൈട്രോഫിനോളും കിട്ടും, അതുപോലെ പാരാനൈട്രോഫിനോളും കിട്ടും. ഇവ രണ്ടിനെയും തമ്മിൽ അതാണ് പ്രൊഡക്റ്റുകൾ എഴുതാൻ പറഞ്ഞു. രണ്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സജസ്റ്റ് എ മെത്തേഡ് ടു സെപ്പറേറ്റ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ എബോ റിയാക്ഷൻ. ഈ എബോ റിയാക്ഷൻ കിട്ടുന്ന പ്രൊഡക്റ്റുകളെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഇവിടെ അറിയേണ്ട കാര്യം, ഇൻ ദ കേസ് ഓഫ് ഓർത്തോനൈട്രോഫിനോളിൽ ഉള്ളത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, അതായത് വിതിൻ ദ മോളിക്യൂൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പാരാനൈട്രോഫിനോളിനകത്ത് വി ഹാവ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസ് കണക്റ്റഡ് ആണ്. സോ അതിന്റെ എന്ന് പറയുന്നത് ഹൈ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ഉള്ളത്, ബട്ട് ഓർത്തോനൈട്രോഫിനോളിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നത്തിങ് ബട്ട് ഈ പറയപ്പെടുന്ന ഓർത്തോനൈട്രോഫിനോൾ എന്ന് പറയുന്നത് സ്റ്റീം വോളറ്റൈൽ ആണ്. അതായത് നമ്മൾ സ്റ്റീം കടത്തിവിട്ടാൽ ഓർത്തോനൈട്രോഫിനോൾ ലിക്വിഡ് ആയിട്ടിരിക്കുന്നത് പെട്ടെന്ന് വേപ്പർ ആയിട്ട് മാറിക്കൂടും. സോ എന്ത് സംഭവിക്കും? ദിസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ യൂസിങ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. എന്തുകൊണ്ട് സ്റ്റീം ഡിസ്റ്റിൽ ചെയ്യാം? സ്റ്റീം കടത്തിവിടുമ്പോൾ ഈ പറയപ്പെടുന്ന ഓർത്തോനൈട്രോഫിനോൾ വേപ്പർ ഫേസിലേക്ക് കൺവേർട്ട് ആവുന്നു. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് സ്റ്റീം വോളറ്റൈൽ ഇൻ നേച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഇതിപ്പോ എത്രാമത്തെ ക്വസ്റ്റ്യൻ? 23. നൗ വി വിൽ ബി സീയിങ് ദ 24th ക്വസ്റ്റ്യൻ. ഗിവ് വൺ റിയാക്ഷൻ that shows the acidic nature of carboxylic acid. Carboxylic acidന്റെ acidic nature അല്ലെങ്കിൽ acidic property കാണിക്കുന്ന ഒരു റിയാക്ഷനെ ഉദാഹരണം എഴുതാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, acidic reaction കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? This will be nothing but reacting with a base. സോ ഒരു ഉദാഹരണം എടുത്താൽ, ഫോർ എക്സാമ്പിൾ, if you take a carboxylic acid RCOOH, when it is allowed to react with a base sodium hydroxide, you will be getting sodium salt of carboxylic acid RCONA plus water. Or nothing but if you're having a carboxylic acid that is RCOOH, when it is allowed to react with a sodium hydrogen carbonate, we will be getting sodium salt of carboxylic acid plus carbon dioxide plus water നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, so this is the reaction. Which of the following is a stronger acid? Why? നമുക്ക് തന്നിരിക്കുന്ന അസറ്റിക് ആസിഡും പിന്നെ ഒരു ഹൈഡ്രജനെ ഫ്ലോറിൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആസിഡിന്റെ സ്ട്രെങ്തുകളെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ഉള്ള സോൾട്ടുകൾ എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ, അസറ്റിക് ആസിഡ് ഡിസോൾവ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് CH3COO minus and H plus. Here you will be getting CH2F COO minus plus H plus. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഫ്ലൂറിൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഫ്ലൂറിൻ നോക്കിയാൽ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതായത് ഫ്ലൂറിൻ ഹാവ് എ മൈനസ് ഐ എഫക്ട്. ഫ്ലൂറിൻ എന്തുണ്ട്? മൈനസ് ഐ എഫക്ട് ഉണ്ട്. ഈ മൈനസ് ഐ എഫക്ട് മൂലം ഈ പറയപ്പെടുന്ന കാർബോക്സിലിക് ആസിഡിന് നെഗറ്റീവ് ചാർജിന് അതിലേക്ക് പുൾ ചെയ്യാൻ പറ്റും. കൺസിഡറിംഗ് CH2F, ദിസ് ക്യാൻ പുൾ ഔട്ട് ദ ഇലക്ട്രോൺ ക്ലൗഡ്. ഈ നെഗറ്റീവ് ചാർജിന്റെ ക്ലൗഡിനെ ഇങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഡ്യൂ ടു മൈനസ് ഐ എഫക്ട്. സോ മൈനസ് ഐ എഫക്ട് വെച്ചിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. സോ ഡ്യൂ ടു മൈനസ് ഐ എഫക്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഫലമായിട്ട് ഇറ്റ് വിൽ ബി ഏബിൾ ടു stabilizes the carboxylic ion. ഈ കാർബോക്സിലേറ്റ് അയോണിനെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. സോ ദാറ്റ് ഈസ് വൈ എന്ത് സംഭവിക്കും? കാർബോക്സിലേറ്റ് അയോണിന്റെ സ്റ്റെബിലിറ്റി കൂടുക എന്ന് പറയുന്നത് നത്തിങ് ബട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? അതിന് അസിഡിറ്റി കൂടുന്നു. സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ CH2F COOH ഒരു പ്രോട്ടോണിനെ റിലീസ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഫോമിംഗ് CH2F COO minus plus H plus. ഈ പറയപ്പെടുന്ന CH2F ഫ്ലൂറിന് മൈനസ് ഐ എഫക്ട് ഉള്ളത് കൊണ്ട് ദാറ്റ് വിൽ ബി വിഡ്രോയിങ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം ദ കാർബോക്സിലേറ്റ് അയോൺ. അതിന്റെ ഫലമായിട്ട് കാർബോക്സിലേറ്റ് അയോണിലുള്ള നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയുന്നു. Thereby that will be increasing the stability of that particular corresponding carboxylate ion. കാർബോക്സിലേറ്റ് അയോണിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ അതിന്റെ അസിഡിറ്റി കൂടും. കാരണം കാർബോക്സിലേറ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യും? കാർബോക്സിലിക് ആസിഡ് കാർബോക്സിലേറ്റ് അയോണായിട്ട് മാറും. നേരെ തിരിച്ച് നമുക്ക് വേറെ രീതിയിലും പറയാം. CH3COH getting converted to CH3COO minus. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ദിസ് മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പ്ലസ് ഐ എഫക്ട് ഉള്ളവരാണ്. സോ ഇത് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ കാർബോക്സിലേറ്റ് അയോണിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കാർബോക്സിലേറ്റ് അയോണിലുള്ള നെഗറ്റീവ് ചാർജ് ഇന്റൻസിറ്റി കൂടും. അപ്പൊ കാർബോക്സിലേറ്റ് അയോണിന്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ CH2F ഡ്യൂ ടു മൈനസ് ഐ എഫക്ട് എന്ത് സംഭവിക്കുന്നു? CH2F can withdraw the electron density from carboxylate ion. Thereby it will be increasing the stability of the carboxylate ion. In the case of CH3COO minus, CH3 is an electron donating group that can donate the electron density towards a carboxylate ion. That is why that will decreases the stability of the carboxylate ion. Therefore carboxylic acid acidity correct. Okay.
അടുത്ത ചോദ്യം, ഹൗ വിൽ യു കൺവേർട്ട് നൈട്രോബെൻസീൻ ടു അനിലീൻ, എക്സ്പ്ലെയിൻ വിത്ത് കെമിക്കൽ ഇക്വേഷൻ. നൈട്രോബെൻസീനെ നിങ്ങൾക്ക് എങ്ങനെ അനിലീനാക്കി മാറ്റാനായിട്ട് പറ്റും? സോ വെൻ യു ആർ ഹാവിംഗ് എ നൈട്രോബെൻസീനിൽ നിന്ന് അനിലീൻ ഉണ്ടാവണമെങ്കിൽ നൈട്രോബെൻസീൻ എന്ത് സംഭവിക്കണം? റിഡക്ഷൻ സംഭവിക്കണം. റിഡക്ഷന് നമുക്ക് ഡിഫറെന്റ് റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ SN ഇൻ പ്രസൻസ് ഓഫ് HCl, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് അയൺ ഇൻ പ്രസൻസ് ഓഫ് HCl, or we can use hydrogen in presence of a catalyst. It can be palladium or nickel. Palladium or nickel catalyst ഉപയോഗിച്ചാൽ that will be able to be get converted from nitrobenzene to aniline. Okay. Nitrobenzene to aniline. So fine. Next question. Explain the classification of vitamins on the basis of basis of solubility with example. നമ്മൾ വൈറ്റമിൻസ് നോക്കിയാൽ വൈറ്റമിൻസ് നമുക്ക് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. വൈറ്റമിനെ സോലുബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് വൈറ്റമിൻസ് ദാറ്റ് ആർ ഫാറ്റ് സോലുബിൾ ഇൻ നേച്ചർ, ആൻഡ് vitamins that are water soluble, fat soluble and water soluble. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ADEK, വാട്ടർ സോലുബിൾ വൈറ്റമിൻസിന് എക്സാമ്പിൾ BMC. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? വൈറ്റമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് വൺ, നെയിം ദ വൈറ്റമിൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൊയാഗുലേഷൻ ഓഫ് ദ ബ്ലഡ്. ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ K എന്ന് പറയുന്നത്. ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ K എന്ന് പറയുന്നത്. ഇവിടെ അവർ നമ്മുടെ ചോദ്യം Next one, answer any 4 question. A solution of n-hexane and heptane behaves nearly ideally. Draw the vapor pressure, mole fraction graph of the ideal solution. So basically നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എന്താ പറയുക റിവിഷൻ സീരീസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഗ്രാഫിലേക്ക് മാത്രം പോകുന്നു. ഇവിടെ നമ്മൾ y ആക്സിസിൽ വി ആർ ടേക്കിംഗ് ദ വേപ്പർ പ്രഷർ, ഇവിടെ നമ്മൾ മോൾ ഫ്രാക്ഷൻ എടുക്കുന്നു. വി ആർ ടേക്കിംഗ് ദി മോൾ ഫ്രാക്ഷൻ. ഇവിടെ ഫസ്റ്റ് കമ്പോണന്റ് മാക്സിമം x1 equal to 1 and x2 equal to 0. ഇവിടെ x1 equal to 0 and x2 equal to 1. So ഇവിടെ ഫസ്റ്റ് കമ്പോണന്റ് മാത്രം. So this is P1 naught. ഇവിടെ സെക്കൻഡ് കമ്പോണന്റ് മാത്രം, nothing but P2 naught. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കാം? The second component is more volatile than the first component. So മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് കമ്പോണന്റ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് there is like what I can say, this is nothing but called the P1. P1ന്റെ വേപ്പർ പ്രഷർ ഉണ്ടാവുന്ന കുറവ്. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എവിടെയും വരയ്ക്കാം, നമുക്ക് P2ലും വരയ്ക്കാം. ദിസ് ഇസ് നത്തിങ് ബട്ട് കോൾഡ് P2. സോ ആൻഡ് ദിസ് വിൽ ബി റെപ്രസെന്റിങ്, സോ ഇവിടെ ചേർന്ന് വരണേ, ദിസ് ഇസ് നത്തിങ് ബട്ട് റെപ്രസെന്റിങ് P total നത്തിങ് ബട്ട് ഈക്വൽ ടു P1 പ്ലസ് P2. P total നത്തിങ് ബട്ട് ഈക്വൽ ടു P1 പ്ലസ് P2. സെക്കൻഡ് എന്താണ്? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ AA ആൻഡ് BB ആർ മിക്സ്ഡ് ടുഗദർ ഫോം AB മീൻസ് AA interaction and BB interaction and AB interactions will be same. Or thermodynamically the enthalpy change associated with the mixing will be equal to 0. A volume change associated with the mixing, that will be equal to 0. This is the property at it. Define conductivity and molar conductivity of an electrolytic solution. Conductivity and molar conductivity define ചെയ്യുക. എന്താണ് conductivity? അതായത് ഒരു സൊല്യൂഷനെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ദ കണ്ടക്ടിവിറ്റി ഇസ് ദ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് എ സൊല്യൂഷൻ ടു കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷന്റെ കഴിവിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ദ കണ്ടക്ടിവിറ്റി K is nothing but equal to the reciprocal of the resistivity. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ m is equal to, അതായത് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ, ഒരു മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുത്താൽ ഒരു മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ മോളാർ കണ്ടക്ടിവിറ്റി is the conductivity of the solution that is containing 1 mole of electrolyte. Lambda m can be calculated as conductivity into 1000 divided by C. Okay. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കത് വളരെ ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് വിചാരിക്കാം. കോൺസെൻട്രേഷൻ കുറയുക മീൻസ് നത്തിങ് ബട്ട് ഡൈല്യൂഷൻ കൂടുന്നു. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ,
കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ വെള്ളം ആഡ് ചെയ്തു, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിന്റെ എണ്ണം കുറയുന്നു. ദാറ്റ് ഈസ് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അതിന്റെ കണ്ടക്ടിവിറ്റി കുറയും. കണ്ടക്ടിവിറ്റി കുറയും. പക്ഷെ മോളർ കണ്ടക്ടിവിറ്റി നമ്പറിന് പ്രത്യേകതയില്ല. കാരണം എന്താണ്? നമ്മൾ എപ്പോഴും എടുക്കുന്ന 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് 1 മോൾ തന്നെയാണ്. സോ അതിന്റെ മൊബിലിറ്റി കൂടും. കാരണം എന്താണ്? ഇന്റർ അയോണിക് ഇന്ററാക്ഷൻസ് കുറയുന്നത് കൊണ്ട് എന്താ കൂടുതൽ സ്പേസ് വരുന്നു, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു, മൊബിലിറ്റി കൂടുന്നു. മൊബിലിറ്റി കൂടുന്നത് കൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. അതായത് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കുറയുന്നു. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മൊബിലിറ്റി കൂടുന്നത് കൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. Next one, explain any two types of structural isomerism shown by coordination compound. Coordination compounds കാണിക്കുന്ന ഏതെങ്കിലും രണ്ട് സ്ട്രക്ചറൽ ഐസോമറിസത്തിന് എക്സാമ്പിൾ എഴുതുക. സോ ഉദാഹരണം എഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഐസോമറിസം ആയിട്ട് നമുക്ക് ലിങ്കേജ് ഐസോമറിസം എടുക്കാം. ലിങ്കേജ് ഐസോമറിസം കാണിക്കുന്നതെന്ന് പറയുന്നത് ആംബിഡെന്റൈൽ ലിഗാൻഡുകളാണ്. ഫോർ എക്സാമ്പിൾ CO NH3 5 times NO2 Cl2 and CO NH3 5 times ONO Cl2. ഇവിടെ നമ്മൾ നോക്കിയാൽ we have a ligand NO2 and ONO, that is nitrito ligand ആണ്. ഇവിടെ the coordination is taking place through nitrogen. Here coordination is taken place to oxygen. അപ്പോൾ ആംബിഡെന്റൈൽ ലിഗാൻഡുകളിൽ രണ്ട് ഡിഫറെന്റ് ഡോണർ ആറ്റം ഉള്ളത് കൊണ്ട് ആ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തിലെ വ്യത്യാസം അനുസരിച്ച് കിട്ടുന്ന ഐസോമറിസം ആണ് ലിങ്കേജ് ഐസോമറിസം. ദിസ് ഈസ് വൺ കൈൻഡ്. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് Cr NH3 5 times Br SO4 as well as Cr NH3 5 times SO4 Br. നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രണ്ടിനെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇതിനെ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് SO4 2- അയോൺ വെളിയിൽ കിട്ടും, ബാക്കി കോർഡിനേഷൻ സ്ഫിയർ കിട്ടും. ഇവിടെ Br- അയോൺ വെളിയിൽ കിട്ടും, ബാക്കി കോർഡിനേഷൻ സ്ഫിയർ കിട്ടും. അപ്പൊ രണ്ടിനും നമ്മൾ അയോണൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അയോൺസ് ഡിഫറെന്റ് ആണ്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അയോണൈസേഷൻ ഐസോമറിസം. ഇതെന്താണ്? Ionization isomerism. For example, when this particular coordination compound is undergoing dissociation, when the ions formed are different, then it comes under the category called ionization isomerism. Okay. Next one, write any two applications of the coordination compound. Coordination compounds in എന്തെങ്കിലും application. ഒന്ന് വാട്ടറിന്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഡിഫറെന്റ് കറ്റാലിറ്റിക് പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ഉണ്ട്, സിസ്പ്ലാറ്റിൻ. ഫോർ എക്സാമ്പിൾ കറ്റാലിസിസിൽ ഉപയോഗിക്കാം. കറ്റാലിസിസിൽ ഉപയോഗിക്കുന്ന വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ക്യാൻസർ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സിസ്പ്ലാറ്റിൻ. ദെൻ എന്താ പറയുന്നത്, വാട്ടറിന്റെ ഹാർഡ്നെസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ. Next is the 30th question. Explain with the chemical equation the preparation of CH3O CCH3 thrice by using Williamson synthesis. Williamson synthesis ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് എഴുതേണ്ടത്. സോ ബേസിക്കലി അത് കുറച്ച് കോൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് CH3O CH3 ഇതാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ബേസിക്കലി ഇത് വില്യംസൺ സിന്തസിസ് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ വില്യംസൺ സിന്തസിസിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഈതർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, നമുക്കൊരു ഈതർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഹാലൈഡും അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കോക്സൈഡുകൾ നമ്മൾ എടുക്കും. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കോക്സൈഡുകൾ നമ്മൾ എടുക്കും. അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈതർ ഫോം ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഏത് ആൽക്കോക്സൈഡിനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ വില്യംസൺ സിന്തസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഇഫ് യു ആർ ടേക്കിംഗ് CH3 Br reacts with CH3 C CH3 ONA. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, സോ വി ആർ ടേക്കിംഗ് ദ എന്താ പറയുക ആൽക്കൈൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. സോ വി ആർ ടേക്കിംഗ് ദ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സോ വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് വി വിൽ ബി ഗെറ്റിംഗ്? നമുക്ക് അന്നേരം ഇപ്പം കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഓക്കെ, നമുക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH3 O CH3. ഇവിടെ സംഭവിക്കുന്നത് സോഡിയത്തെ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ആര് വരും CH3 വരും. ഇവിടെ സംഭവിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. ദ തിങ് ഈസ് നമ്മളിപ്പം നമ്മൾ ആൽക്കോക്സൈഡുകൾ എടുക്കുമ്പോൾ വെൻ യു കൺസിഡറിങ് ദ ആൽക്കോക്സൈഡ്, ഓക്സിജനും ഇതിലൂടെ വരുന്നതാണ് ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത്. സോ വെൻ യു ടേക്കിംഗ് ആൽക്കോക്സൈഡ്, ആൽക്കോക്സൈഡുകൾക്ക് രണ്ടായിട്ട് ആക്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ ഓർ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബേസ്. ഇത് ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഇത് ആക്ട് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയോഫൈൽ ആണ്, അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. നേരെ മറിച്ച് ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് എലിമിനേഷൻ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സ് ആണെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡോ ടെർഷറി ആൽക്കൈൽ ഹാലൈഡോ എടുത്താൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന CH3 Br പ്ലസ് CH3O ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കും. ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ദിസ് പർട്ടിക്കുലർ ആൽക്കോക്സൈഡ് ക്യാൻ ആക്ട് ആസ് എ ബേസ് ആസ് വെൽ ആസ് എ ന്യൂക്ലിയോഫൈൽ. ഇവിടെ നിന്ന് ഫോം ചെയ്യാൻ പോകുന്ന ഒരു കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് CH3 പ്ലസ്. ഈ പറയപ്പെടുന്ന ടെർഷറി കാർബോ കാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇവിടെ പ്രിഡോമിനേറ്റ് ആവുക എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും റാദർ ദാൻ അണ്ടർഗോയിങ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എലിമിനേഷൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആൽക്കീൻ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കി, എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഏതായിരിക്കണം? വി ഷുഡ് ബി ടേക്കിംഗ് ദ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് is allowed to react with this particular ethoxide. Here, this alkoxide will be acting as a nucleophile. It will undergo substitution reaction to get the corresponding ether. If you're considering alkoxide, it can act as a nucleophile as well as base. Since we are using the primary alkyl halide, the substitution reaction predominates over elimination reaction. So you will be getting corresponding ether. ഇനി ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ ദ റിയാക്ഷൻ ഓഫ്. ഈ പർട്ടിക്കുലർ കോമ്പൗണ്ടിനെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? സോ വി ഹാവ് CH3O C CH3 we are allowing it to react with hydrogen iodide. ഈ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എവിടെ ക്ലീവ് നടക്കണം? ഒന്നെങ്കിൽ നമുക്കറിയാം രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ ക്ലീവ് നടക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്ലീവ് നടക്കാം. ഈ പറയപ്പെടുന്ന ഇവിടെയാണ് ക്ലീവ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്നത് ഒരു ടെർഷറി കാർബോകാറ്റയോൺ ആണ്. ഇവിടെ ക്ലീവ് ചെയ്ത ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി കാർബോകാറ്റയോൺ. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് CH3 പ്ലസും CH3 ത്രൈസ് CO മൈനസും കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് CH3O മൈനസും CH3 ത്രൈസ് C പ്ലസും കിട്ടാം. എന്ത് കിട്ടും? നമുക്ക് ടെർഷറി കാർബോകാറ്റയോൺ കിട്ടും. കിട്ടുന്നത് കൊണ്ട് ക്ലീവ് കൂടുതൽ പോസിബിലിറ്റി ഇതിലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് CH3 C CH3 ടെർഷറി കാർബോകാറ്റയോൺ, അതിലേക്ക് അയഡിൻ അറ്റാച്ച് ചെയ്യും, മറ്റേതെന്ത് ചെയ്യും? CH3OH ഫോം ചെയ്യും. ഇതാണ് കാരണം. അതിന് കാരണം എന്ന് പറയുന്നത് ഈസ് മെയിൻലി ഡ്യൂ ടു ഇത് ഏത് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ഫോളോയിങ് ദി SN1 മെക്കാനിസം. SN1 mechanism follow ചെയ്യുമ്പോൾ we will be checking for the relative stability of the carbocation. Since the formed tertiary carbocation will be more stable than the primary carbocation, so this particular reaction will be favored. Next one, how will you distinguish between the following pairs? Propanol and propanol. Propanolനെയും പ്രൊപ്പനോളിനെയും നിങ്ങൾക്ക് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും? ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ത്? ഫെലിങ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രൊപ്പനാൾ എടുക്കുന്നു. ഈ പറയപ്പെടുന്ന പ്രൊപ്പനാളിലേക്ക് ഫെലിങ്സ് റിയേജന്റ് ആഡ് ചെയ്താൽ, നമ്മൾ ഇതിലേക്ക് ഫെലിങ്സ് റിയേജന്റ് ആഡ് ചെയ്താൽ നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. നേരെ മറിച്ച് നമ്മൾ പ്രൊപ്പനോൺ എടുത്താൽ, ഇഫ് യു ആർ ടേക്കിംഗ് പ്രൊപ്പനോണിലേക്ക് ഫെലിങ്സ് റിയേജന്റ് ആഡ് ചെയ്താൽ there will not be any reaction detect. ഇനി പെൻഡൻ 2 ഓണും പെൻഡൻ 3 ഓണിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് CH3 C double bond of CH2 CH3. This is pendant 2 on. We have a CH3 CH2 C double bond of CH2 CH3. This is pendant 3 on. ഈ പറയപ്പെടുന്ന നമ്മൾ പെൻഡൻ 2 ഓൺ എടുത്താൽ പെൻഡൻ 2 ഓണിൽ
CH3O ഗ്രൂപ്പ് ഉണ്ട്. ഈ പറയപ്പെടുന്ന CH3O ഗ്രൂപ്പിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ CH3O ഗ്രൂപ്പിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു റിയാക്ഷൻ ആണ് എന്ന് പറയുന്നത് ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഐഡോഫോം ടെസ്റ്റ് നടത്തി. ഇഫ് യു ആർ ഡൂയിങ് ഐഡോഫോം ടെസ്റ്റ് നടത്തുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അതിന് കാരണം അവിടെ CH3 ഐഡോഫോം ഫോം ചെയ്യും. പക്ഷേ ഇവിടെ ഈ പറയപ്പെടുന്ന CH3O ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഐഡോഫോം ടെസ്റ്റ് തരത്തില്ല. ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്ന CH3C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ആണ് ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, when you are considering RCH2OCOH, അതായത് we are having a carboxylic acid that is containing alpha hydrogen ഉള്ള carboxylic acid, when it is allowed to react with the bromine in presence of red phosphorus, you are getting alpha halo carboxylic acid. So basically, when you are considering when a carboxylic acid containing alpha hydrogen is allowed to react with the bromine in presence of red phosphorus, you will be getting alpha halo carboxylic acid. ഈ particular reaction അറിയപ്പെടുന്ന പേരാണ് Hell-Volhard-Selinsky reaction. This is called Hell-Volhard-Selinsky reaction. Next one, RCOCl, that is nothing but called acid chloride. Acid chloride is allowed to react with hydrogen in presence of palladium in barium sulfate. Acid chloride get reduces to aldehyde. ഈ റിയാക്ഷൻ അറിയപ്പെടുന്ന പേരാണ് റോസൻമണ്ട് റിഡക്ഷൻ. ദിസ് ഈസ് കോൾഡ് റോസൻമണ്ട് റിഡക്ഷൻ. സോ ബേസിക്കലി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് റണ്ണിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.